നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? എന്താ ഉറക്കം വരുന്നു. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? കുഞ്ഞിന്റെ മനസ്സ് എന്റേത്. എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? കുട്ടി എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചൂടെ? ചിരിക്കുന്നുണ്ട്, ചിലപ്പോ നടക്കും. പുള്ളി എന്ന് ആളുകൾക്ക് ഷേഖാൻ്റെ പുള്ളിക്ക് ഷേഖാൻ്റെ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട. എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളുമില്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. നിത്യമേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. അവൻ ഒരു ദിവസമേ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ടെ പോകുന്നേരം പുള്ളിയുടെ തോളിലിങ്ങനെ പാറ്റ് ചെയ്യുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഹൂ ഈസ് ഹി? എന്റെ വല്ലതും പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞു. ഇത് എന്റെ ഒരു നമ്പറാ. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ആണോ? എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളൻ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ. എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളി തട്ടിയിട്ട് പോയാണ്. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഒരു മര്യാദ വേണ്ടേ? നിർത്തി അവമാനിക്കുവാണെന്ന്. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറെ വിയേർഡ് ആയിട്ടുള്ള കുറെ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ്. അല്ലേട്ടാ, അതെ നീ ഒന്ന് നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടുനടന്ന് വഷളാക്കുന്നു. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചിരട്ടയാൻ തല്ലി പൊട്ടിക്കും.